ബട്ട് ഇൻസ്റ്റാഗ്രാം വഴി റീൽസ് വഴി കുറേ മെൻ്റൽ ഹെൽത്തിനെ പറ്റി കുറേ കോട്ട്സ് ഉണ്ട്. അതായത് പല പല എന്താ പറയുക, ശരിയായിട്ടുള്ള ഫാക്ട്സ് അല്ലത്. അത് ഭയങ്കരമായിട്ടും ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. അതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്. ലൈക്ക് അതായിരിക്കില്ല എക്സാക്ട് മെൻ്റൽ ഹെൽത്ത്. പക്ഷെ ഇതൊക്കെ വായിച്ചിട്ട് ഓരോരുത്തർ ഓക്കെ എനിക്കപ്പോൾ ഇതാണ്, അങ്ങനെയൊക്കെ പല ഇതുണ്ട്. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു ടേം, അത് ആക്ച്വലി അതൊരു ഡീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾക്ക് ഡിപ്രഷൻ ആണെങ്കിൽ അതിന് കുറേ സിംറ്റംസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പലരും ജസ്റ്റ് ഒന്ന് സാഡ് ആയാലേ ഓക്കെ ഐ ഹാവ് ഡിപ്രഷൻ എന്ന് സ്വയമേ പറയുക. അതൊക്കെ ഓരോരോ മിത്താണ്. അതൊക്കെ എന്താണ് ഡിപ്രഷൻ എന്ന് ആദ്യം അറിയണം, എങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ ഞാൻ ജസ്റ്റ് സാഡ് ആയത്, എനിക്ക് ഒരു പർട്ടിക്കുലർ തിങ് ഞാൻ ചെയ്തു, എനിക്ക് നടന്നില്ല, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. അല്ലാതെ അതല്ല ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിൻ്റെതായ അത് ഡയഗ്നോസ് ചെയ്യാൻ അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കണം. അതൊക്കെയാണ് സ്റ്റേറ്റിന്റെ ഓരോരോ മിത്ത്. ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. According to you, how your state can become more aware about mental health? ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞൊരു സംഭവം വന്നത്. അപ്പോഴാണ് കൂടുതൽ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങിയത്. അപ്പം തൊട്ട് തന്നെ ആക്ച്വലി കൂടുതൽ അവയർനെസ് ഉണ്ട്. അവയർനെസ് കോൾസ്, അങ്ങനെ കുറേ ഹെൽപ്പ് നമ്മുടെ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ പല രീതിയിലും കുറേ സ്കീംസ് ഉണ്ട് മെൻ്റൽ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്. അപ്പം നമ്മളിപ്പോൾ ആക്ച്വലി ഒരു നല്ല ട്രാക്കിലാണ്. പക്ഷേ കൂടുതൽ അത് ഫ്രീ ആകണം. അതായത് ഫ്രീ ആയിട്ട് ആർക്കും ആ ഒരു സർവീസ് ആക്സസ് ചെയ്യാം, അതിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു അഷുറൻസ് എല്ലാവർക്കും കൊടുക്കണം. ഇപ്പം ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫിസിക്കൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്കത് ചെയ്യണം എന്ന് നിർബന്ധമാണ്. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനും അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ പല സ്കീംസ് ഉണ്ട്, ജെൻഡർ പാരൻറ്റിങ്, അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ള അവയർനെസ് കൂടുതൽ കുറേയും കൂടി ഈസിലി എല്ലാവരുടെ അടുത്തും എത്തിക്കണം. ഫ്രീ ക്യാമ്പ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് കുറേയും കൂടി ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്.